ആ ഒരൊറ്റ ബാബരിയിൽ തീരുന്നുണ്ടോ? ഇന്ന് ഇന്ത്യൻ മുസ്ലിംകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടേതായ മോന്യുമെന്റ്സ് തകർത്ത് കളയുമെന്ന് ഫാസിസ്റ്റുകൾ പറയുന്ന ഒരു സംഗതി കേവലം ബാബരിയിൽ അവസാനിച്ചിട്ടുണ്ടോ? ഇപ്പൊ തമിഴ്നാട് കത്തുകയാണ് തിരുപ്പറംകുണ്ട്രം വിഷയം. എന്താണ് അത് സംഭവിക്കുന്നത്? തിരുപ്പറംകുണ്ട്രം മലയിൽ മുരുകന്റെ അമ്പലമുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു സൂഫിയെ അവിടെ കബറടക്കം ചെയ്തിട്ടുണ്ട്. ആ മഹാന്റെ ദർഗയും അവിടെ ഉണ്ട്. അമ്പലത്തിലേക്ക് പോകുന്നവർ അങ്ങോട്ട് പോകുന്നു, മഹാനെ സിയാറത്ത് ചെയ്യാൻ പോകുന്നവർ അങ്ങനെയും പോകുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും ഈ ദർഗ അവിടെ നിന്ന് പൊളിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ, വിളക്ക് കത്തിക്കൽ, ആ ദർഗയുടെ മുമ്പിൽ തന്നെ കത്തിച്ചാലേ മുരുകന് തൃപ്തിയാവുള്ളൂ എന്നാണ്. അപ്പൊ ഫാസിസ്റ്റുകൾ ഇത് വല്ലാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. നമ്മൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. നമ്മൾ ഉമ്മത്തിന്റെ ഐക്യം പറയുന്നവർ ഇടപെടണമെങ്കിൽ ദർഗയൊക്കെ മാറ്റിവെക്കണം എന്നാണ്. നമ്മൾ സിലക്റ്റീവായി മാത്രം ഐക്യം പറയുന്ന ആളുകളായി പോയിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. അപ്പൊ മുസ്ലിംകളുടെ ചരിത്ര സ്ഥലങ്ങൾ, മുസ്ലിംകളുടെ അന്തസത്ത വിളിച്ചോതുന്ന കാര്യങ്ങളൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇവിടെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന ബോധ്യം നമുക്കില്ലെങ്കിലും ഫാസിസ്റ്റുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഡിസംബർ 6 ചർച്ച ചെയ്തെങ്കിൽ ഇനി വരുന്ന ഒരു ഡിസംബർ 6 ഇഷ്ടികകൾ എടുത്തു മാറ്റിയിട്ടല്ല, ഇഷ്ടികകളൊന്നും പൊളിച്ചു കളയാതെ തന്നെ പല പള്ളികളും അവരുടെ അധീനതയിലാകും. ഇപ്പൊ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നു. നമ്മൾ അറിഞ്ഞതാണ് അതൊക്കെ അല്ലേ. ഇപ്പൊ ഉമീദ് പോർട്ടലിൽ എല്ലാ പള്ളിയും രജിസ്റ്റർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. വഖഫുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം. അൽഹംദുലില്ലാഹ് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ മഹല്ല് മുൻകൈയെടുത്ത് വളരെ പെട്ടെന്ന് ആ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത എത്രയോ പള്ളികളുണ്ട്, എത്ര ആയിരം പള്ളികളുണ്ട്, എത്ര സ്വത്തുകളുണ്ട്, എത്ര ലക്ഷം കോടിയുടെ സ്വത്തുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ വഖഫ് നിയമമൊക്കെ ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് കോർപ്പറേറ്റുകൾക്ക് ഈ സ്ഥലമൊക്കെ പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ. അപ്പൊ അതിലേക്ക് വഴി നടത്തുന്ന സംഗതികൾ മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പോർട്ടലുകൾ സ്ഥാപിക്കുന്നതും വഖഫ് അധീനപ്പെടുത്താൻ ശ്രമിക്കുന്നതും. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ ആത്മീയമായി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേറ്റവും പരമപ്രധാനമായൊരു സംഗതി എന്ന് പറയുന്നത് അള്ളാന്റെ പള്ളിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പള്ളിയായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താ ബന്ധം? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ, എനിക്കറിയുന്നൊരു പള്ളിയിലേക്ക്, ഞാനവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത കമ്മിറ്റിക്കാരുടെ ഒരു വിഷയം. അപ്പൊ അവിടെ വന്നിട്ട് കുടിശ്ശിക പറയുന്നുണ്ട്. പള്ളിയിലേക്ക് കുടിശ്ശിക എത്ര ഉണ്ട്? ഇപ്പൊ 21,000 രൂപ പള്ളിയിൽ കുടിശ്ശിക ഉണ്ട്. 21,000 രൂപ പള്ളിയിലേക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്ര കൊല്ലം പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാവൂല. അപ്പൊ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുടിശ്ശിക തീർക്കാൻ വരികയാണ്. അപ്പൊ പള്ളിയായിട്ട് നമ്മുടെ ബന്ധം എന്താ? ഒരു കല്യാണം നടത്തണം, മരിച്ചാൽ അടക്കണം, ആണ്ടിലും കൊല്ലത്തിലും പെരുന്നാൾ നിസ്കരിക്കണം. ജുമുഅ പോലും ഇല്ലാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് എന്തിനാടോ പള്ളി? ഇല്ലേ? നമ്മുടെ ഇസ്സത്ത് ചോർന്നാൽ, നമ്മുടെ ഈമാൻ ചോർന്നാൽ നമ്മുടെ ഇസ്സത്ത് അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇസ്ലാമികപരമായ ഒരു സംസ്കൃതി പള്ളിയോട് ചേർന്ന് എപ്പോഴും വേണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയൊക്കെ പള്ളികൾ ഉണ്ടായിട്ടുണ്ടോ ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സംസ്കൃതിയിൽ എല്ലാ മതസ്ഥരും, എല്ലാ മതക്കാരും ഒരുപോലെ സ്നേഹത്തോടെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോ മനോഹരമായൊരു വാക്കിങ്ങനെ കാണാം. ഈ മസ്ജിദുകളുടെ പ്രാന്തങ്ങളിൽ ജീവിച്ചിട്ടാണ് ഞാൻ രാമചരിത മാനസം എഴുതിയത് എന്ന് പറയുന്നത് തുളസീദാസൻ. ഞാൻ രാമചരിത മാനസം എഴുതുന്നത് പള്ളിയുടെ പ്രാന്തങ്ങളിൽ ജീവിച്ചിട്ടാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, ഞാൻ പള്ളിയുടെ അകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ പണ്ഡിറ്റാണ്. തുളസീദാസാണ് പറയുന്നത്, ഞാൻ പള്ളിയുടെ അകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പൊ പള്ളി എന്ന് പറയുന്നത് മനുഷ്യർക്കൊക്കെ ഉള്ളതാണ്. അതൊരാളെയും മാറ്റി നിർത്തുന്നില്ല, അവഗണിക്കുന്നില്ല. പള്ളിയിൽ നിന്ന് ഉയർന്നു വരേണ്ട ആത്മീയതയിൽ ലയിച്ച ആ മനോഹരമായ അവസ്ഥ ഉണ്ടല്ലോ, അതെല്ലാ മതസ്ഥർക്കും ഉള്ളതാണെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ. ഇനി വേണ്ട, മനുഷ്യന് സാമൂഹിക സമാധാനം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോ പ്രതിരോധം തീർക്കേണ്ടി വരും. വേണ്ടേ? നമ്മുടെ സമൂഹത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടി വരും. ആ പ്രതിരോധിക്കുന്ന സമയത്ത് പോലും പള്ളിക്ക് പോറലേൽക്കരുതെന്നല്ല പടച്ചോൻ പറയണത്. ആദ്യം പറയുന്നത് എന്താ? ലഹുദ്ദിമത്ത് സ്വവാമിഉ വബിയഉ വസ്വലവാതു വമസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹ്. അല്ലാഹ് ആദ്യം പറയണത് പള്ളി തകരും എന്നല്ല. അങ്ങനെ സാമൂഹികമായ സമാധാനം നഷ്ടപ്പെടുമ്പോ, നിങ്ങൾ പ്രതിരോധം തീർക്കുമ്പോ ആദ്യം തന്നെ പടച്ചോൻ പറയണത് ലഹുദ്ദിമത്ത് സ്വവാമിഉ എന്നാണ്. ഈ ഇതര മതസ്ഥരുടെ പർണശാലകൾ, അവരുടെ ആത്മീയപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അമ്പലങ്ങളുണ്ടല്ലോ,
അത് തകർന്നേക്കും. അപ്പൊ പടച്ചോന്റെ താല്പര്യം അത് പൊളിയരുത്, അത് തകർക്കരുത്, അമ്പലങ്ങൾ തൊട്ടുപോരുത് എന്നാണ്. ചർച്ചുകൾ, ക്രിസ്ത്യാനികളുടെ ചർച്ചുകൾ നിങ്ങൾക്ക് അതിന് കേടുപാട് വന്നേക്കാം, അതും പടച്ചോൻ തൃപ്തിപ്പെടുന്നില്ല. സ്വലവാത്തുൻ, സിനഗോഗുകൾ, സിനഗോഗാരുടേതാണ്, ജൂതന്മാരുടേതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പറയണത് അള്ളാന്റെ നാമം, അള്ളാന്റെ ദിക്ർ പറയുന്ന ആ മനോഹരമായ പള്ളിയും, അതിനൊക്കെ കേടുപാട് വന്നേക്കും. ഇതൊന്നും പടച്ചോന് ഇഷ്ടമല്ല. അവിടെയും ആദ്യം അല്ല പരാമർശിച്ചത് ആ പള്ളിയിൽ നിന്ന് ഉയർന്നു വരേണ്ട ആത്മീയമായ ഒരു സംഗതി ഉണ്ട്. അതെന്താ? എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്, എല്ലാ മതസ്ഥരെയും. എന്നാൽ എന്റെ മതത്തെ കളഞ്ഞു കുളിച്ചിട്ടല്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ എന്റെ മതത്തെ മറ്റൊരിടത്ത് കൊണ്ടുപോയി അടിയറവ് വെച്ചിട്ടല്ല. എല്ലാ മതസ്ഥർക്കും അവരവരുടെ ആചാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാനുഷികമായ ഒരു ഇണക്കം, ആ ഇണക്കത്തെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഇന്ന് പള്ളിയിൽ എന്താ ഉള്ളത്? ഇന്ന് ബഹുഭൂരിഭാഗം പള്ളികളിൽ എന്താ ഉള്ളത്? പുറംമോടി മാത്രമായി ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അകത്തെന്താ ഉള്ളത്? പള്ളിയുടെ അകത്തെന്താ? പള്ളിയുടെ അകത്തെന്താ ഉള്ളത്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. നിങ്ങൾ പരസ്പരം പൊങ്ങച്ചം പറയുന്നത് വരെ. ഏത് വിഷയത്തിൽ? പള്ളിയുടെ വിഷയത്തിൽ. ഞങ്ങളുടെ പള്ളി 10 കോടി രൂപ എന്നേ അല്ലേ, 10 കോടി ഇറക്കിയിട്ടാണ് നമ്മൾ പള്ളി പണിതത്. അപ്പൊ അപ്പുറത്തോളം ഞങ്ങളുടെ 12 ആയിട്ടുണ്ട്. അതായത് പള്ളി മോടി പിടിപ്പിക്കേണ്ടെന്നല്ല ഈ പറയണത്. പക്ഷേ ഈ പള്ളി മോടി പിടിപ്പിക്കുന്നത് പരസ്പരം പൊങ്ങച്ചം പറയാനുള്ള കാരണങ്ങളായി മാറുന്ന കാലം വരാതെ ഖിയാമത്ത് ഇവിടെ സംഭവിക്കില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ കൃത്യമാണ്. ഇനി ഖിയാമത്തിന് അധികം നാളൊന്നും ഇല്ല എന്ന് ഈ ഹദീസ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? കാരണം എന്താ? നമ്മൾ നിൽക്കണ കാലത്താണ് അല്ലേ? നിങ്ങളുടെ പള്ളി ഇപ്പൊ എത്ര ചെലവായി? ഒരു കോടിയിൽ തീർന്ന ഞങ്ങൾക്കൊരു 6 കോടി വന്നു. മറ്റേ നമ്മൾ ആ മുതലാളിയുടെ അടുത്ത് മേടിച്ച്, ഇവിടെ നിന്ന് ഇത് മേടിച്ച് അല്ലേ, ഇത് രസമാണ് കാണാൻ. പക്ഷെ ഉള്ളിലെന്തള്ളത്? ഉള്ളിലൊന്നുമില്ലാത്ത കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുൻപ് ഇല്ലേ, അവിടുത്തെ ജന്മകാലത്ത് മക്കത്തെ ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അപ്പൊ അക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എണീറ്റ് നിൽക്കാൻ, അബൂ വഹബ് ഇബ്നു അംർ. അയാൾ പറയാണ്, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശി ജനങ്ങളെ, ഹലാലായ പൈസയല്ലാതെ ഒരു ഹറാമും കഅബ പണിയാൻ നിങ്ങൾ കൊണ്ടുവരരുത് ട്ടോ. നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ ഖുറൈശികൾ വിശ്വസിച്ചിട്ടില്ല. അത് പുത്തൻവാദികളുടെ ആരോപണം മാത്രമാണ്. അവര് വിശ്വസിച്ചിരുന്ന അള്ളാഹുവിന് പെൺമക്കളുണ്ട്, ആ പെൺമക്കൾ മലക്കുകളാണെന്നാണ്. അവർ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിന് ഒരു ഇണയുണ്ട്, ഒരൊറ്റ ശരീക്കുണ്ട് എന്നാണ് അവരുടെ വാദം. നമ്മൾ വിശ്വസിക്കുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പടച്ചോൻ പരിചയപ്പെടുത്തിയ ആ അള്ളാഹുവിനെ മക്കത്തെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ആ റബ്ബിനെ അവർ ആരാധിച്ചിട്ടില്ല. ബാക്കിയൊക്കെ തെറ്റിദ്ധാരണകളും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളും മാത്രമാണ്. എന്നിട്ട് പോലും അവരിലേക്ക് റിസാലത്ത് എത്തിയിട്ടില്ല, യഥാർത്ഥ തൗഹീദ് എത്തിയിട്ടില്ല. എന്നിട്ട് അവർ പറയണ എന്താ? ഇവിടെ വ്യഭിചരിച്ചിട്ട് പൈസ ഉണ്ടാക്കണ കുറെ ആൾക്കാരുണ്ട്, അതൊന്നും കൊണ്ടുവന്ന് കഅബ പണിയാൻ ഇടരുത് ട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വലാ ബൈഉ റിബൻ, പലിശപ്പണം കൊണ്ടുവന്ന് നിങ്ങൾ കഅബ പണിയാൻ ഇടരുതേ. ഇത് പരിശുദ്ധ ഗേഹമാണ്, ഇവിടെ പരിശുദ്ധമായ പണം തന്നെ വേണം, വേറൊന്നും ഇവിടെ സ്വീകരിക്കൂല. അങ്ങനെ ഖുറൈശികള് അതിസമ്പന്നരുണ്ട്, പക്ഷെ ഹലാലാണെന്ന് ഉറപ്പുള്ള കുറച്ച് പൈസയുള്ളൂ. ഇപ്പൊ എല്ലാവരും പിരിവിട്ട് നോക്കുമ്പോ തികയണില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതീർത്തി ആ ബേസ് ഉണ്ടല്ലോ, ആ ബേസിനേക്കാൾ കുറച്ച് താഴ്ത്തിയിട്ടാണ് കഅബ പുതുക്കി പണിതിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പുണ്യനബി പറയുന്നുണ്ട്, ആയിഷോ, നിന്റെ കുടുംബക്കാരിപ്പോ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കഅബ ഒന്നും കൂടെ പൊളിച്ചു പണിതേനെ. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇന്നും കഅബാലയത്തിന്റെ അവസ്ഥ എന്താ? മസ്ജിദുൽ ഹറമൊക്കെ മോടി പിടിപ്പിക്കുമ്പോഴും സ്വർണം കൊണ്ട് കഅബ പണിയാൻ കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് സഊദിയുണ്ട്. പക്ഷേ അന്നത്തെ ഖുറൈശികളുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ട്, ഹലാലല്ലാത്ത ഒരു ചെറിയ പണം പോലും കഅബയിലേക്ക് വേണ്ട. ആ വേണ്ട എന്നുള്ള ബോധ്യം ഇന്നും കാണാം അല്ലേ? ഇന്ന് സ്വർണം കൊണ്ടാണ് കഅബ ഉള്ളത്? അല്ലല്ലോ. ആ നിശ്ചയദാർഢ്യം ഇത് കഅബക്ക് മാത്രം വേണ്ട സംഗതിയൊന്നുമല്ല കേട്ടോ. എല്ലാ പള്ളിയും പണിയേണ്ടത്, ആത്മീയമായ ഒരു ഊർജം അവിടെ നിന്ന് ലഭിക്കണമെങ്കിൽ അത് മുഴുവൻ നിർമ്മിക്കേണ്ടത് ഹലാല് കൊണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹ്. പള്ളി പണിതാ മാത്രം പോരാ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പള്ളി പരിപാലനം,
വലിയ ഉത്തരവാദിത്തമാണ്. നമ്മളിങ്ങനെ പള്ളി പരിപാലനം എന്നുള്ളൊരു സംഗതി വളരെ വളരെ സിമ്പിളായിട്ട് കണ്ടുപോയി എന്നുള്ളതാണ്. ഈ വഖഫ് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എത്രമേൽ ഗൗരവമുള്ളതാണ്. ഇപ്പൊ പള്ളി കമ്മിറ്റി ആകട്ടെ, പള്ളിയിലെ ഖത്തീബാകട്ടെ, ഒരു മുൾമുനയിലാണ് അവർ നിൽക്കുന്നത്. ഒരു മുൾമുനയിൽ നിൽക്കുകയാണ്. ഏത് സെക്കൻഡിലും നരകത്തിലേക്കും വീഴാം, നന്നായി നിന്ന സ്വർഗത്തിലേക്കും. ഒരു ഞൊടിയുടെ വ്യത്യാസത്തിൽ നരകത്തിൽ പോകാൻ പറ്റിയ സംഗതിയാണ് പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത്. ഞൊടിയുടെ വ്യത്യാസത്തിൽ എങ്ങോട്ട് പോവാം? നരകത്തിലേക്കും പോവാം, നമ്മളിത് പള്ളിക്കമ്മിറ്റി എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അള്ളാന്റെ അടുക്കൽ വലിയ സംഗതിയാണത്. പക്ഷെ വളരെ ഈസിയാണെന്ന് വിചാരിച്ചിരിക്കണം നമ്മൾ. അല്ല, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്കും അതിലേറെ എളുപ്പത്തിൽ നരകത്തിലേക്കും പോകാനും പറ്റിയ സംഗതിയാണ് എന്നാണ് അള്ളാഹ് പറയണത് കൃത്യമായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് അള്ളാനെ അല്ലാതെ ഒരു പടപ്പിനെയും പേടിക്കാത്ത ആളുകളായിരിക്കണം പള്ളി കമ്മിറ്റിയിൽ വരുന്ന ആളുകൾ എന്നാണ്. അള്ളാനെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ. ഇന്ന് എത്ര മഹല്ലുകൾ അങ്ങനെയുണ്ട്. ദുനിയാവിലെ രാഷ്ട്രീയക്കാരെയും മറ്റ് നേതാക്കന്മാരൊക്കെ പേടിയാണ്, അള്ളാനെ മാത്രം പേടിയില്ല. അങ്ങനെയാണ് ബഹുഭൂരിഭാഗം ഇടങ്ങളിലും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ എരമം മഹല്ല്. അള്ളാഹു എന്നെന്നും ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. അള്ളാഹ് പറയാണ്, ഇന്നി ലഅഹുമ്മു അലാ അഹ്ലിൽ അർദി അദാബ. ഞാനിങ്ങനെ ഭൂമിയിലേക്ക് അദാബ് ഇറക്കാൻ നോക്കിയപ്പോ 3 മനുഷ്യന്മാരെ കണ്ടു. മൂന്നാളുകളെ കണ്ടു. ഫലമ്മാ നദർതു ഇലാ ഉമ്മാരി മസാജിദി. ഞാനിങ്ങനെ അദാബ് ഇറക്കാൻ നോക്കുമ്പോ ഭൂമിയിൽ എന്റെ പള്ളി പരിപാലിക്കുന്ന കുറച്ച് മനുഷ്യന്മാരെ കണ്ടു. പിന്നെയോ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പിന്നെ ഒരാളെ കണ്ടത് പാതിരാത്രി സമയത്ത് ആരും കാണാതെ അള്ളാഹുവിലേക്ക് പാപമോചനം തേടുന്ന ഒരു മനുഷ്യനെയും കണ്ടു. വൽ മുതഹബ്ബീന ഫിയ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ചിട്ടിരുന്ന് അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന 1-2 പേരെയും പടച്ചോൻ കണ്ടു. അപ്പൊ പടച്ചോൻ എന്ത് ചെയ്തു? അദാബ് അങ്ങ് മാറ്റിവെച്ചു. സയ്യിദുനാ റസൂലുള്ളാഹ് ആദ്യം പറഞ്ഞ ആ പ്രമുഖരാരാണ്? അള്ളാന്റെ പള്ളി പരിപാലിക്കുന്നവർ. അള്ളാന്റെ പള്ളി പരിപാലിക്കുന്നവർ? അതിന്റെ ശറഹ് എടുത്ത് നോക്കിയാൽ കാണാമല്ലോ. ഇബ്നു കസീർ അടക്കം വിശദീകരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്ത ആളുകളെ ഭരിക്കാനുള്ളവരെന്നല്ല പറയുന്നത്. ആ പള്ളിയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളിലേക്ക് ഈമാനിനെ സന്നിവേശിപ്പിക്കാൻ നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ അങ്ങനെയുള്ള ആളുകളിലേക്ക് പടച്ചോൻ നോക്കിയപ്പോ അദാബ് അല്ലാഹു മാറ്റിവെച്ചു. സയ്യിദുനാ റസൂലുള്ളാഹ്. എന്തൊരു അത്ഭുതമാണ് പള്ളി പരിപാലനം അല്ലേ? നമുക്കൊക്കെ തന്ന തൗഫീഖ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലവഴിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, റഅയ്തുമുർ റജുൽ. ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ നിങ്ങൾ കണ്ടോ? ഒരു പുരുഷനെ കണ്ടോ? 2 പേരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. കപട വിശ്വാസിയുടെ അടയാളമായിട്ട് കാണാം. അവര് ഒരു മത്സ്യത്തെ പോലെയാണെന്ന്. അതായത് കടലിൽ നിന്ന് പിടിച്ച് കരയിലേക്കിട്ടൊരു മത്സ്യത്തെ പോലെയാണ് കപട വിശ്വാസി എന്നാണ്. കാരണം എന്താ? പള്ളിയിൽ വന്നാൽ എങ്ങനെയാ? കരയിലേക്ക് പിടിച്ചിട്ട മത്സ്യത്തെ പോലെയാണ് എന്ന് പറഞ്ഞാല് അവന് ശ്വാസം കിട്ടണില്ല. ഓട്ടി വന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആവില്ല, ഒന്നുമില്ല. അല്ലല്ല, ഒരൊറ്റ ഓട്ടാണ്. അത്യാവശ്യത്തിന് പോണതല്ല, തിരക്കില്ലെങ്കിലും ആ ഓട്ടാണ് അല്ലേ? എന്നാൽ യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം എങ്ങനെയാണ്? അവൻ ഈ കരയിൽ നിന്ന് പിടിച്ച് കടലിലേക്കിട്ട ഒരു മത്സ്യത്തെ പോലെയാണ്. പള്ളിയിൽ വരുമ്പോൾ വല്ലാത്തൊരാശ്വാസം. ഇവിടെ ദിക്റിലും ദുആയിലും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കൽബിങ്ങനെ നിറയും. കാരണം എന്താ? അവൻ കരയിലായിരുന്നു, മത്സ്യമായി നിൽക്കെ അവൻ കരയിലായിരുന്നു. കടലിലേക്ക് വീണപ്പോൾ അവന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അള്ളാഹിനെ കിട്ടിയ ഒരു ആശ്വാസം. ഇങ്ങനെയാകണം പള്ളി, ഇങ്ങനെയാകണം പള്ളിയിൽ ഉസ്താദന്മാർ, ഇങ്ങനെയാകണം പള്ളിയിലെ കമ്മിറ്റിക്കാർ, ഇങ്ങനെയാകണം പള്ളിയിലേക്ക് വരേണ്ടവർ എന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. എന്നാൽ അങ്ങനെ അല്ലാത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ അല്ലാത്തൊരു പള്ളിയുണ്ട്. എല്ലാ പള്ളിയും പടച്ചോന്റെ അല്ലേ, പറയാൻ പാടില്ല. അങ്ങനെ അല്ലാത്ത പള്ളിയുണ്ട്. ലാ തകൂ ഫീഹി അബദാ. അങ്ങനെയല്ലാത്ത പള്ളിയുണ്ട് നബിയെ. ആ പള്ളിയിലേക്ക് അങ്ങ് ഒരിക്കലും പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരിക്കലും പോകരുത്. മദീനയിൽ അങ്ങനെ ഒരു പള്ളി ഉണ്ടായി. ആ ചരിത്രം നിങ്ങൾക്കറിയോ? സൂറത്ത് തൗബയിലുള്ള പറയുന്നുണ്ട്. മദീനയിൽ അങ്ങനെ ഒരു പള്ളി ഉണ്ടായി നബിയെ. ആ പള്ളിയിൽ നിസ്കരിക്കാൻ മാത്രമല്ല, അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സംഗതിയിലേക്കും അങ്ങ് പോകരുത് നബിയെ. അല്ലാഹു ഖുർആനിൽ പറയാണ്, അല്ലദീന ഇത്തഖദൂ മസ്ജിദൽ ളിറാറാ. ആ പള്ളിക്ക് അല്ലാഹു കൊടുത്ത പേര് മസ്ജിദുൽ ളിറാർ. ളിറാർ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി. കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുന്ന പള്ളിയാണത്. കാരണം ഒരു മഹല്ലിൽ ആ പള്ളി വന്നു കഴിഞ്ഞാൽ മഹല്ലിലെ ജനങ്ങൾ തമ്മിൽ തല്ലാൻ തുടങ്ങും. അങ്ങനെയുള്ള പള്ളി. കുഫ്രൻ, സത്യനിഷേധികളാണവർ. പേരുകൊണ്ട് മുസ്ലിങ്ങളായിരിക്കും, പക്ഷെ സത്യത്തെ നിരാകരിച്ചവരാണവർ.
ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും. അങ്ങനെ ഒരു പള്ളി ഒരു മഹല്ലിൽ വന്നാൽ ആദ്യം തെറ്റുന്നത് ബാപ്പയും മക്കളും ആയിരിക്കും. അവന്റെ വിശ്വാസത്തില് ബാപ്പ കാഫിറാണ്, ബാപ്പയുടെ സ്വത്ത് മാത്രം ഇങ്ങോട്ട് പോരട്ടെ. ആ പള്ളിക്ക് അള്ള പേര് കൊടുത്തത് മസ്ജിദുൽ ദിറാർ. പിന്നെയോ എന്നിട്ടോ വൽയഹ്ലിഫുന്ന ഇൻ അറദ്ന ഇല്ലൽ ഹുസ്ന. അള്ളാഹ് പറയാം, നിങ്ങൾ സൂറത്ത് തൗബയിലെ 107-ാമത്തെ ആയത്ത് മറിച്ച് നോക്ക്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇഹ്സാന്റെ ആളുകളാണ്. ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നിങ്ങൾ പറയണ പോലെ ഒന്നല്ല കേട്ടോ, ഞങ്ങൾ ഇഹ്സാനി പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാണ്, ഞങ്ങൾ ഇഹ്സാന്റെ ആളുകളാണ്. ആ പള്ളിയിൽ പോകരുതേ, നിസ്കരിക്കരുതേ, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പരിപാടിയിലും അങ്ങ് പങ്കെടുക്കരുതേ. ലാ തഖുൽ ഫീഹി അബദാ, ഒരിക്കലും അങ്ങോട്ട് കടന്നു പോകരുത് നബിയേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയുമാണെന്ന് മാത്രം പറയാം. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട് വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഇഹ്സാനി പ്രവർത്തനം നടത്തുന്നവരാണെന്ന്. അള്ളാഹ് പറയാം, ഞാൻ പറയാ, എനിക്കറിയാം, ഞാൻ സാക്ഷി നിൽക്കും, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കാൻ, നിങ്ങൾ പഠിച്ച കള്ളന്മാരാണ്. ലകാദിബൂൻ, പഠിച്ച കള്ളന്മാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ അള്ളാഹ് കൊടുത്ത പേരാണ് കള്ളന്മാരുടെ പള്ളി എന്ന്. എന്നിട്ട് മസ്ജിദുൽ ദിറാർ, കുഴപ്പങ്ങളുടെ പള്ളി, കള്ളന്മാരുടെ പള്ളി. അള്ളാഹു ആണ് ടൈറ്റിൽ കൊടുത്തത്. അവിടെ നിന്ന് എന്ത് ദീന, എന്ത് ആത്മീയത നിങ്ങൾക്ക് കിട്ടാനുള്ളത്? എന്ത് ആത്മീയതയാണ്? ഇടക്കൊന്ന് 5 വക്ത് പോയി നിസ്കരിക്കാനും ഇടക്ക് മൂത്രമൊഴിക്കാനും മാത്രം പോകാൻ പറ്റിയ ഇടമായി മാത്രം പല പള്ളികളും മാറുന്നുണ്ട്. അങ്ങനെയുള്ള പള്ളി അത് ഈമാനിന്റെ സ്രോതസ്സല്ല. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, തഖ്വയിൽ കെട്ടപ്പെട്ടത് മാത്രാണ് അള്ളാന്റെ പള്ളി, തഖ്വയിൽ കെട്ടപ്പെട്ടത് മാത്രം. തഖ്വ എന്താ? തഖ്വയുടെ ഡിഫിനിഷൻ, ഒരുപാട് ഡിഫിനിഷൻസ് ഉണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പറഞ്ഞൊന്നുണ്ടല്ലോ, ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവർക്കാണ് തഖ്വയുള്ളത്. അള്ളാന്റെ ചിഹ്നങ്ങൾ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, അള്ളാഹുവിന്റെ മശായിഖന്മാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഇവരെയൊക്കെ ആദരിക്കുന്നവരുടെ പള്ളി, ആ പള്ളിയാണ് പള്ളി, അല്ലാത്തത് പള്ളിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ പള്ളിയും അല്ലാണ്ട് അല്ലല്ലല്ല, പള്ളി എന്ന് പേരുള്ളത് കൊണ്ട് അത് പള്ളിയാവില്ല എന്ന് പറയുന്നത് ഖുർആനാണ്, ഇതെന്റെ വകയല്ല. പരിശുദ്ധ ഖുർആൻ, നിങ്ങൾ സൂറത്ത് തൗബയിലെ 107-ാമത്തെ ആയത്ത് മറിച്ചു നോക്ക്, നിങ്ങളൊന്ന് വായിക്ക്, നിങ്ങളൊന്ന് പഠിക്ക്. അങ്ങനെയുള്ള ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഈ ആയത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ കെട്ടപ്പെട്ട ആദ്യത്തെ പള്ളി എന്ന് പറയുമ്പോൾ അത് മദീന പള്ളിയാണെന്നും മസ്ജിദുൽ ഖുബയാണെന്നൊക്കെ ഇങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പൊ ഈ ഖുബായിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഹന്തക്ക് യുദ്ധമൊക്കെ നടക്കുന്നത് ഒരേ വേളയിലാണെന്നാണ്. അപ്പൊ ഹന്തക്ക് യുദ്ധത്തിനിടയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാട്ടും പാടുന്നുണ്ട്. പള്ളിപണിയിലും പാട്ടുപാടലും ഉണ്ടെന്നാണ്. ഇപ്പോ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം, സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മണ്ണ് വെട്ടിയെടുക്കുമ്പോൾ അവിടുത്തെ ബയാദു ബത്നിഹി, അവിടുത്തെ ശരീരത്തിലെ വയറിന്റെ വെളുപ്പ് കാണാമായിരുന്നു എന്നാണ്. വെളുപ്പ് കാണാത്തവണ്ണം മണ്ണാൽ നിറഞ്ഞിരുന്നു എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വെളുപ്പ് കാണുന്നില്ല, അത്രമേൽ മണ്ണിങ്ങനെ മൂടിയിട്ടുണ്ട് നബിതങ്ങളുടെ മേലെ, മണ്ണ് ചുവന്നിട്ടെ. ആ സമയത്തും ആ മണ്ണ് ചുമക്കുമ്പോൾ പട്ടിണിയാണ്, 3-4 ദിവസം തുടർച്ചയായിട്ട് പട്ടിണിയാണ്, കഴിക്കാനില്ല, കുടിക്കാനില്ല, ഒന്നുമില്ല. അപ്പോഴും പാട്ടുപാടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലേ. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് സമ്മാനമായി ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ സ്വതക്ക ചെയ്യാൻ, ഏത് ഈ പണിയെടുക്കണ പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നോ? അല്ലാഹ് പറ്റൂലല്ലോ, ഞങ്ങൾക്ക് നിസ്കരിക്കാനും പറ്റൂലല്ലോ. അല്ലാഹ് നിന്റെ ഹിദായത്തല്ലേ ഇതിനൊക്കെ കാരണം. ഇപ്പൊ സ്വഹാബത്ത് അവിടെ നിന്ന് ഇങ്ങനെ പാടും. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാട്ട്, ഏത് പള്ളിയുടെ നിർമ്മാണവും സർഗാത്മകതയും ഒരുമിച്ച് കൊണ്ടുപോയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പള്ളിയിൽ നിന്ന് ഉയർന്നു വരേണ്ടത് അങ്ങനെ ഒരു സർഗാത്മകതയും ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാനവികമായ ഐക്യം, എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കൽ അങ്ങനെ തന്നെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മദീന പള്ളിയുടെ ഖതീബും കൂടെയായിരുന്ന മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ആരാധനാലയങ്ങളും ഒരു വേള അങ്ങനെയായിരുന്നു എന്നാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രബന്ധമുണ്ട്, ദ ഗുഡ് ആൻഡ് ബാഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ദ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രബന്ധം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പഴയകാല ചർച്ചുകൾ, പഴയകാല പള്ളികൾ, പഴയകാല
ക്ഷേത്രങ്ങളിലെ thousands of temples and mosques and cathedrals, ആയിരക്കണക്കിന് പള്ളികൾ എന്നാ പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ but they lack the spirit. ഇന്ന് ആത്മീയതയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ആത്മീയത ശരിയല്ലേ? ഇന്ന് നിരന്തരം പള്ളികൾ നിർമ്മിക്കുന്നുണ്ട്. പള്ളിയിൽ എവിടെ ആത്മീയത? റസൂലുള്ള പറഞ്ഞതുപോലെ കേവലം ഞങ്ങളുടെ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാനല്ലാതെ എവിടെ പള്ളിയിൽ ആത്മീയത എവിടെ പോയി? ഇത് പറയുന്ന ഡോക്ടർ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ അദ്ദേഹം പോലും ഈ സംഗതികൾ ഇത്രമേൽ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പള്ളി പണിതപ്പോ പാടിയ മനോഹരമായ പാട്ട് അല്ലേ? ഇന്നും പാട്ടൊരു ചർച്ചയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു അയ്യപ്പൻ വിളക്കിൽ പാടിയൊരു പാട്ടില്ലേ, മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ, അങ്ങനെയായിരുന്നു നാളെ അല്ലേ? അത് നമ്മുടെ ഖദീജ ബീവി അല്ലത് സംഗതി. അത് മക്കത്ത് വീട്ടിൽ വാവരെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഗതിയാണ്. വാവർ ഒരു ചരിത്ര പുരുഷനാണോ, അല്ലെങ്കിൽ ഒരു ഇതിഹാസമാണോ, അല്ലെങ്കിൽ ആരുടെങ്കിലും ഭാവനയിൽ തെളിഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. എന്നാലും അവിടെ നിലനിൽക്കുന്ന മനോഹരമായ ഒരു ഐക്യമുണ്ട് ഇല്ലേ? ആ ഭാഗത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, ഇതിന്റെ എല്ലാം ഒത്ത നടുവിലായിട്ടൊരു ഒരു മസ്ജിദുണ്ട്. ഇതിനെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു മാനവികമായ ഐക്യം. ആ ഐക്യത്തിന് എപ്പോഴും കുടപിടിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പള്ളി എന്നാണ് പറയുന്നത്. പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നെ മമ്പുറന്തങ്ങളും കോന്തുനായരും അല്ലേ, അതുപോലെ തന്നെ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും. കുഞ്ഞായി മുസ്ലിയാർക്ക് ഒരു പാട്ടുണ്ട്, കപ്പപ്പാട്ട് എന്ന് പറയാം. പിന്നെ നമ്മുടെ TH കുഞ്ഞരാമൻ നായരുടേതാന്ന് പറയപ്പെടുന്ന മാപ്പിള രാമായണം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാപ്പിള രാമായണം രാമായണാണ്, പക്ഷെ മാപ്പിളപ്പാട്ടിന്റെ വൃത്തത്തിലാണ് അത് പാടിയിട്ടുള്ളത്. അങ്ങനെയാണ്, ലാമ 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 ലാമ. അതായത് രകാരം മാറ്റി ലകാരമാക്കിയപ്പോ രാമനാരായി? ലാമനായി. അതിന്റെ വരികൾ ഇങ്ങനെയാണ്, പണ്ട് താടിക്കാരനൗലിയ പാടി വന്നൊരു പാട്ട്, കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥപ്പാട്ട്. പണ്ട് താടിക്കാരൻ ഔലിയ എന്ന് പറഞ്ഞ താടിയുള്ള ഋഷിവര്യനായ വാൽമീകിയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വാൽമീകി രചിച്ച രാമായണാണ് ഈ പാടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ വരികളുണ്ട്, മുത്തുമോളെ നിന്നെ ഞമ്മള് ലങ്കയിൽ കൊണ്ടാക്കി, ചെത്തിര നാളായി മുത്തേ കത്തിടും പൂമാല. മനോഹരം. അപ്പോ ഞാൻ പറയുന്നത് ആ രാമായണത്തിന്റെ ഇതിവൃത്തത്തിൽ പോലും, ആ ഗാനത്തിൽ പോലും ഒരു മാപ്പിള ബന്ധം നിലനിൽക്കുന്നുണ്ട്. അത്രമേൽ മനോഹരമായൊരു കാഴ്ചപ്പാട് പള്ളികൾക്കും അമ്പലങ്ങൾക്കും ഇതിനെല്ലാം പിന്തുടർന്ന് ജീവിക്കുന്ന ജനങ്ങൾക്കും ഇടയിൽ നിലനിന്നിരുന്നു. അങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുപോലെ തന്നെ മനസ്സിലാക്കിയാൽ ഇപ്പോ വന്ന മക്കത്തെ മംഗല്യരാവ്. അപ്പോ ഹൈന്ദവരും ഈ പറയുന്ന രാഗങ്ങളിലേക്ക് വരാൻ കാരണം എന്താണ്? പഴയ കാലത്തെ ദൃഢമായിരുന്ന മനുഷ്യർക്കിടയിലുള്ള മാനവികമായ ഒരു ബന്ധമാണ് എന്നാണ്. ആ ബന്ധം നിലനിൽക്കണം. ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ അള്ളാഹു പറയുന്നില്ലേ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ചൈതന്യം അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ചൈതന്യം എവിടെയാണ് പ്രകാശമായി നിൽക്കുന്നത്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, അത് അള്ളാഹിന്റെ പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് സ്ഫുരണം ചെയ്യേണ്ടത് ആത്മീയതയാണ്. ആത്മദാഹികൾക്ക് അവർക്ക് വിശപ്പിന് വേണ്ടുവോളം ഭക്ഷണം നൽകേണ്ടത് പള്ളിയിൽ നിന്നാണ്. അവരുടെ ആത്മീയമായ കൊതി തീർക്കേണ്ടത് പള്ളിയിൽ നിന്നാണ്. ആത്മീയതയുടെ ഉറവ പറ്റിയ ഇടങ്ങളായി പള്ളികൾ മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പള്ളികളെ ചേർത്ത് പിടിക്കണം. ഏത് വഖഫ് നിയമം വന്നാലും എന്ത് നിയമം വന്നാലും ഞങ്ങളുടെ മസ്ജിദ് വിട്ടുതരൂല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ കൽബിയായൊരു ബന്ധം നമുക്ക് വേണ്ടേ പള്ളിയായിട്ട്? പള്ളിയിൽ എന്ത് കാര്യം നടന്നാലും, ഇനി എന്തും നടക്കുന്നില്ലെങ്കിൽ പോലും പള്ളിയായിട്ട് ഞാനൊരു ബന്ധം. ഞാനിവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പോയാലും എൻ്റെ കൽബ് പള്ളിയിലാണ്. അങ്ങനെയുള്ളവർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പള്ളിയായിട്ടൊരു ബന്ധം. പള്ളിയിൽ എന്ത് പരിപാടി നടന്നാലും ഓടിയെത്താം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുമ്പിൽ നിൽക്കുക. അത് കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അവർ നേതൃത്വം നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് നിന്ന് പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോകാം. ഈ പള്ളിയിൽ നിന്ന് നമുക്ക് ആത്മീയത ലഭിക്കണം, ഹൃദയത്തിൽ പടച്ചോനെ കിട്ടണം. അങ്ങനെ മാറി എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഈ വെള്ളിയാഴ്ച രാത്രി ഞാൻ എപ്പോഴും പറയാറില്ലേ, ആ തഫ്സീറിൽ നിന്ന് അള്ളാഹിനെ തിരിച്ചറിഞ്ഞപ്പോൾ, അൽഹംദുലില്ലാ തിരിച്ചറിഞ്ഞപ്പോൾ എത്ര കുട്ടികളുടെ ലൈഫിലാണ് മാറ്റം വന്നത് അല്ലേ? കച്ചവടം തകർന്നപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞവർ, ജോലിയിൽ നിന്ന് ടെർമിനേഷൻ ലഭിച്ചപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞത് ഒരുപാട് വയസ്സായ ആളുകളല്ല, 20-25 വയസ്സ് മാത്രമുള്ള കുട്ടികൾ അതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ
അവരുടെ കൽബിലേക്ക് കിട്ടേണ്ടത് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ.